സെക്കൻഡ് പ്രാകൂഴം നാൾ അതിരാവിലെ തന്നെ ഞാനും അനിലേട്ടനും ഇക്കരെ കൊട്ടിയൂരിലെത്തി. കൊട്ടിയൂരെത്തുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞാണ് നീരെഴുന്നള്ളത്ത്. മെയ് 23 ആ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് കണ്ടു. കാനനപാതയിലൂടെ നീരെഴുന്നള്ളത്ത് നടക്കുന്നത്. അത് അന്നേ ദിവസം സ്ഥാനീകരുമായിട്ട് ഒറ്റപ്പിലാൻ, പെരുണ്ണൻ അവരുമായിട്ടുള്ള സൗഹൃദം പുതുക്കി. പിന്നെ അന്നേ ദിവസം തന്നെ തണ്ണീർക്കുടി ചടങ്ങ് കാണാൻ പറ്റി. പിന്നെ നമ്മളെ 2-3 സ്ഥാനീകരുമായിട്ട് സൗഹൃദം പങ്കിട്ടു, അവരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അതിനുശേഷമാണ് കുറ്റാട്ടൂരിലെ പാതിരിയാട് മഠം സന്ദർശിക്കാൻ സാധിച്ചത്. അവിടെ നിന്നും നേരെ നെയ്യാട്ടം ദിവസം മുതിരേരിക്കാവിലേക്ക് പോകും വഴി തില്ലങ്കേരിയിലെ 63 നെയ്യമൃത് വ്രതക്കാർ, ഏറ്റവും കൂടുതൽ വ്രതക്കാരുള്ളവരെ കണ്ടു സൗഹൃദം സ്ഥാപിച്ചു. അവിടുന്ന് നേരെ മുതിരേരിക്കാവിലെത്തിയിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു. നല്ല അതിഗംഭീരമായ ഉച്ചഭക്ഷണം സ്വാദോടുകൂടി കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മുതിരേരിക്കാവിലെ തുളസിയില കൊണ്ട് മൂടുന്നതും, അതിനുശേഷം മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളുമായിട്ട് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നതും കണ്ട് മുതിരി വാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അത് ചക്കയാണ്, ചക്ക പ്രസാദം, ചക്കച്ചോള പ്രസാദം കൊടുക്കുന്നതും കണ്ടിട്ട് നേരെ ഞങ്ങൾ ബോയ്സ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. അവിടുന്ന് തിരുമേനിൻ്റെ വരവ് പ്രതീക്ഷിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അവിടുന്ന് കൂടെ ഞങ്ങളും ഓടി ഏകദേശം പാൽച്ചുരം വരെ ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പാൽച്ചുരത്തിൻ്റെ ആ 3rd ഹെയർപിൻ വരെ ഞങ്ങൾ തിരുമേനിയെ അനുഗമിച്ചു. പിന്നെ നമ്മളെ ശിവാട്ടനും ഉണ്ടായിരുന്നു, മനോജ് തറമ്പൽ ബ്ലോഗറായിട്ടുള്ള മനോജ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു യാത്ര, നെയ്യാട്ട ദിവസത്തെ ആ മുതിരേരിക്കാവിലേക്ക് പോയിട്ട് വരുന്ന ആ യാത്ര ശരിക്കും വളരെ മുതിരേരി വാള് വൈകുന്നേരം ഇക്കരെ കുട്ടികളിലെത്തി, അതും കണ്ടു. പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചു. ഒരു 9:30 ആകുമ്പോഴേക്ക് ചോതിവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു, അതും കണ്ട്. അതിന് ശേഷമാണ് നെയ്യാമൃത് വ്രതക്കാരി അക്കരെ കൊട്ടിയൂരിലേക്ക് പോവുക. അവിടെ ഇരുന്നപ്പോൾ അഷ്ടബന്ധം കുഴിച്ചെടുക്കുന്നത് കണ്ടു. അത് കുഴിച്ചെടുത്തതിന് ശേഷമാണ് നെയ്യാട്ടം തുടങ്ങുക. നെയ്യാട്ടം തുടങ്ങുന്നത് കാണാൻ വേണ്ടി കുറച്ച് സമയം, ഒരു 12 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു തോന്നുന്നു. അപ്പോൾ അത് നെയ്യാട്ടം കണ്ട് നെയ്യാട്ടത്തിൻ്റെ പ്രസാദവും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ, അതായത് അഷ്ടബന്ധവും ആ ഒരു മണ്ണ് പോലത്തെ ആ ഒരു പ്രസാദം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബന്ധു നെയ്യാട്ടത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രസാദം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ദിവസം